ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള കട്ട് ചെയ്തതും, ഒരു 3-4 തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി, അതെല്ലാം ചെറിയ പീസുകളായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇതും കൂടി നമുക്ക് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ്, ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് ഉണ്ടാവട്ടെ തേങ്ങ ചിരകിയത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇതേപോലെ കുരുകുരാന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പച്ചമുളകിന് പകരമായിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയില്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതിയേ. മുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു രൂപത്തിലാകുന്നത് വരെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഇതേപോലെ നമ്മൾ എണ്ണയിലേക്ക് കോരിയിടുമ്പോഴത്തേക്കൊന്ന് മുറിഞ്ഞ് ചാടുന്ന ആ ഒരു രൂപത്തിലാകും വരെ ഇതൊന്ന് നമ്മൾ കുഴച്ചെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. വറുത്തെടുക്കാനുള്ള എണ്ണ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ കുറേശ്ശെ വീതം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ട് ഉൾഭാഗത്തിന് ഒരു ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഇതൊന്ന് തയ്യാറാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. നമ്മൾ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്സ് റെഡിയായി കിട്ടും. കണ്ടല്ലോ, നമ്മുടെ ഗോതമ്പ് പൊടിയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള സ്നാക്സ് തയ്യാറാക്കി നോക്കട്ടെ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സാണ്. അതുകൂടാതെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം.